ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി നമുക്ക് മാങ്ങ കിട്ടിക്കഴിയുമ്പോൾ മാങ്ങയും ക്യാരറ്റും വെച്ച് എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് വേണ്ടി നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് കറിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം റെഡിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മാങ്ങ ചെത്തി നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ രണ്ട് മാങ്ങയുമായിട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ക്യാരറ്റാണ്. അത്യാവശ്യം മുഴുത്ത ഒരു ക്യാരറ്റും നല്ല നീളത്തിൽ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈ മാങ്ങ ക്യാരറ്റ് അച്ചാറിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ റെഡിയാക്കി അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുവാണേ. ഒരുപാട് എണ്ണയൊന്നും വേണ്ട, വളരെ കുറച്ച് എണ്ണ മതി. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളതിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നല്ല ചൂടായ എണ്ണയായതുകൊണ്ട് കടുക് പടപടേന്ന് പൊട്ടുന്നുണ്ട്. കടുകെല്ലാം നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ട് അത് പയ്യെ അങ്ങായി വന്നപ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകും ഇട്ട് കൊടുക്കുവാണേ. അങ്ങനെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഇട്ട് കൊടുത്ത് ചെറു തീയിൽ വെച്ച് അത് നന്നായിട്ട് ഇളക്കി ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ആ പച്ചവയൊക്കെ ഒന്ന് പോകാൻ വേണ്ടി നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം അത് ഏകദേശം ഒന്ന് വാടി ഈ പരുവത്തിനായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ തീയേ വെച്ചിട്ടുള്ളൂ. തീ കൂടിപ്പോയാൽ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളകി പിടിച്ച് വന്നപ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ അകത്തേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. വെന്ത് പോകാൻ പാടില്ല കേട്ടോ. ക്യാരറ്റ് ഇട്ട് കൊടുത്ത് നമ്മൾ പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ചെറു തീ തന്നെ ഉള്ളൂ. ക്യാരറ്റ് നന്നായിട്ടൊന്ന് അതിൽ കിടന്ന് ഇളകി റെഡിയായി വന്നപ്പം നമ്മൾ അതിന് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. മാങ്ങയ്ക്കും കൂടെ വേണ്ട ഉപ്പ് വേണം ഇട്ട് കൊടുക്കാൻ. പിന്നെ നമ്മളൊരു 4 സ്പൂൺ വിനാഗിരിയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 4 സ്പൂൺ മതി, ഒരുപാടൊന്നും വേണ്ട. വിനാഗിരി കൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അത് പയ്യെ ഒന്ന് ചൂടായി തിളച്ചിങ്ങ് വരുന്ന സമയത്ത് നമ്മളിട്ട് കൊടുക്കുന്ന കുറച്ച് ചൂടുവെള്ളമാണ്. നമ്മൾ തിളപ്പിച്ചാറിച്ച് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം ഒഴിച്ച് കൊടുത്തു, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. തീ ഇച്ചിരി കൂട്ടി വെച്ച് ആ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുവാണ്. വെള്ളം നന്നായി തിളച്ച് വന്ന സമയത്ത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് മാങ്ങ ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ മാങ്ങ വേഗം അലിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗ്യാസ് ഓഫ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. മാങ്ങ അലിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്കിതിന് നമ്മൾ വിചാരിച്ചൊരു ടേസ്റ്റ് കിട്ടത്തില്ലേ. അങ്ങനെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മാങ്ങയും കൂടി ഇട്ട് കൊടുത്തു. ഇനിയാണ് പ്രധാനമായിട്ട് നമ്മളിതിൽ 1 സ്പൂൺ പഞ്ചസാരയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് പഞ്ചസാര എടുത്ത് അതിൻ്റെ മുകളിലൊന്ന് വിതറി കൊടുത്തിട്ട് നമ്മളത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് തട്ടിപ്പൊത്തി അവിടെ മൂടി വെക്കുക. അങ്ങനെ കിടിലൻ ടേസ്റ്റി നമ്മുടെ പച്ചമാങ്ങ ക്യാരറ്റ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇടുന്ന അന്ന് മുതൽ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.